ശരിക്കും ഈ ഒരു ഫെയിമിനും പൈസയ്ക്കും വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളും ചെയ്യുന്നത്? പൊന്നൂസിന്റെ അവിഹിതം ഓവറായി പോയി. അല്ല, അത് ഓവറാണോ വെച്ചൊരു സ്ത്രീനെ പറ്റിയിട്ടും നമ്മളതൊരു സ്വന്തം ഹസ്ബൻഡ് ആണ് അതൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. കുറെ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നൂസിന്റെ അവിഹിതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് സുജിനെ അങ്ങനെ ഇറക്കി വിട്ടു, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. തമ്മിൽ പരസ്പര പ്രശ്നം ഉണ്ടാവുന്നു. ഇത് യൂട്യൂബിൽ ഇടാണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കൗൺസിലറെ കണ്ടിട്ടോ നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ നല്ലത്. അല്ലാതെ നാലാൾക്കാരെ നമ്മുടെ പ്രശ്നം മൊത്തം അറിയിച്ച് അതിന് നമ്മൾ പൈസ ഉണ്ടായി നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഒരു നല്ലത് നടക്കുന്നില്ല അവിടെ. ശരിക്കും നിങ്ങൾ മലയാളികളെ ചൂഷണം ചെയ്യായിരുന്നില്ല, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ നിങ്ങൾ ചൂഷണം ചെയ്യായിരുന്നില്ല. ഹലോ ചങ്ങായിമാരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുജിനും പൊന്നും അഥവാ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന നമ്മുടെ മല്ലി ഫാമിലിയിലത്തെ അവരുടെ ഇന്റർവ്യൂസ് ഒന്ന് രണ്ട് ചാനലുകളിൽ ഞാൻ കാണാനിടയുണ്ടായിരുന്നു. ഈ ചാനലുകളിലൊക്കെ ഇവരോട് ചോദിക്കുന്ന ചോദ്യം അവർ മിസ്ലീഡായിട്ട് ചെയ്തിരിക്കുന്ന തംബ്നെയിലുകളെ പിന്നെ അവർ ചെയ്ത കണ്ടന്റ് അവരുടെ പ്രേക്ഷകരെ കബളിപ്പിക്കുന്നതാണോ പണത്തിന് വേണ്ടിയാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവരോട് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്നില്ല സുജിനും പൊന്നും എന്ന് പറയുന്നത് വെച്ചാൽ ഒരുപാട് ഫാമിലി വ്ലോഗറുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് സീരിയലുകൾ കാണുകയായിരുന്നു. പല കുടുംബങ്ങളിലും സ്ഥിരമായിട്ട് 6 മണി 5 മണിയൊക്കെ കഴിക്കഴിഞ്ഞാൽ 12 മണി രാത്രി 1 മണി വരെയൊക്കെ ചില സീരിയലുകൾ റിപ്പീറ്റൊക്കെ കണ്ടിരുന്ന ടീമുകളുണ്ട്. അപ്പോൾ ഈ സീരിയലുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന കണ്ടന്റ് എന്നാണ് അമ്മയെ കാണാത്ത മകൾ, മകളെ കാണാത്ത അമ്മ, മകളെ തിരിച്ചറിയാത്ത അമ്മ, മകൻ തിരിച്ചറിയാത്ത അച്ഛൻ, അച്ഛനെ തിരിച്ചറിയാത്ത മോൻ, മോനെ കണ്ടെത്താൻ നടക്കുന്ന ഭാര്യ, ഭാര്യയെ കണ്ടെത്താൻ നടക്കുന്ന ഭർത്താവ്, ഭർത്താവും മക്കളും കണ്ടെത്തുമ്പോൾ മകളെ കാണാണ്ടാകുന്നത്. ഇങ്ങനെ ചില കണ്ടന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല സീരിയലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ടാണ്. ഇത് കണ്ട് ഈ കാണുന്ന പ്രേക്ഷകർക്ക് പോലും അടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്നാണ് യൂട്യൂബിൽ ഇതുപോലെ ഫാമിലി വ്ളോഗേഴ്സിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. ഫാമിലി വ്ളോഗേഴ്സിന്റെ വീഡിയോസിന് കുഴപ്പമില്ലാത്ത വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പല ഫാമിലികളും ഇങ്ങനെയുള്ള വ്ളോഗുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഒരേ കണ്ടന്റ് കണ്ട രാവിലെ അലക്ക, കുളിക്കുക, കുടിക്കുക, കുട്ടികളെ സ്കൂളിൽ വിടാം, പിന്നെ പാചകം ചെയ്യാൻ ഭർത്താവിനെ നോക്കാം, അങ്ങനെ സ്നേഹസമ്പന്നയായ ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ടുള്ള കണ്ടന്റുകൾക്കും വ്യൂസ് പോരാന്ന് തോന്നിയപ്പോൾ ചില ഫാമിലി വ്ളോഗർ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അവർ പല കണ്ടന്റുകൾ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഉള്ള കണ്ടന്റുകൾ തന്നെ കുറച്ചും കൂടി പൊലിപ്പിച്ച് കാണിക്കാൻ തുടങ്ങി. അതിലൊന്ന് ചിലതൊക്കെ ആയിരുന്നു മകളുടെ ഒളിച്ചോടിയിട്ട് തിരിച്ചു വരുന്ന മകള്, പിന്നെ ചെറിയൊരു നെഞ്ചുവേന, ഗ്യാസ് ട്രബിളൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റാക്ക്, ക്യാൻസർ വരെ കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ ഉള്ള ചില കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ കേസുകൾ മറ്റും വാങ്ങുക. എന്ന് വെച്ചാൽ അവരുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുകയും അല്ലെങ്കിൽ അവരൊരു ഫാമിലി ആയിട്ട് കാണുന്നതുമായ പ്രേക്ഷകരുടെ ഫീലിങ്സുകളെ മുതലെടുത്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി പല ഫാമിലി വ്ളോഗേഴ്സും. അതിൽ നിന്ന് കുറച്ചും കൂടി എക്സ്ട്രീം കടന്നിട്ടാണ് നമ്മുടെ മല്ലു ഫാമിലി എന്ത് ചെയ്തു, ഭാര്യയുമായിട്ടുണ്ടായ ചെറിയൊരു പ്രശ്നം, ഭാര്യ വീട്ടിലേക്ക് പോകുന്നു, തുറന്ന് ആൾക്കാർ ശരിയാണ് വന്ന വീഡിയോയിൽ ഭാര്യ എപ്പോഴും കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ പൊന്നു എവിടെ എന്നുള്ള ആൾക്കാരുടെ ചോദ്യം വന്നപ്പോൾ സുജിൻ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോന് സുജിൻ എന്ത് ചെയ്തു, ഒരു തംബ്നെയിൽ ഇട്ടു. ആ നെഗറ്റീവായ തംബ്നെയിലിന് കൂടുതൽ വ്യൂസ് കിട്ടിയപ്പോൾ സുജിൻ എന്ത് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. അതാണ് ഇത്തരം വിഷയങ്ങളായത്. അതിനുശേഷം സുജിൻ എന്ത് ചെയ്ത് വ്യൂസ് കൂട്ടാൻ വേണ്ടി സുജിന് തോന്നിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ സുജിൻ പറയുന്ന കമന്റുകളിലൊക്കെ വരുന്ന രീതിയിലുള്ള ഓരോ വാക്കുകൾ എടുത്തിട്ട് അത് തമ്മിലാക്കാൻ തുടങ്ങി. അതാണ് ഇന്ന് ഇത്രത്തോളം വിഷയമായതും അതുമൂലം തന്നെ സുജിന് ഇപ്പോൾ പല ഇന്റർവ്യൂകളും കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് സുജിന് ഫെയിം മാത്രം കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫെയിം കിട്ടാണ്ടൊന്നുമില്ല, നല്ല ഫെയിം ആയില്ല. ഇപ്പം ആദ്യം വെറുതെ ഫാമിലി വ്ളോഗൊക്കെ മാത്രമായി ചെയ്ത് നടന്ന സുജിൻ ഇപ്പോൾ പല ചാനലുകളിലും ഇന്റർവ്യൂ അടക്കം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ തംബ്നെയിലുകളും അതേ വിഷയത്തെ പൊലിപ്പിച്ച് കാണിച്ചാൽ എന്താണ് ആൾക്ക് ഫെയിം കിട്ടിയത്. ഇനി വിഷയത്തിലേക്ക് വരാം. സുജിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന പ്രേക്ഷകരെ കബളിപ്പിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുജിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതേപോലെയുള്ള മിസ്ലീഡ് ആയിട്ടുള്ള തംബ്നെയിൽ കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം കൊണ്ട് ഇങ്ങനെയുള്ള തംബ്നെയിലുകളൊക്കെ കിട്ടി ഇങ്ങനത്തെ ഒരു വിഷയം പൊലിപ്പിച്ച് കാണിച്ചപ്പോൾ ഒരു 3-3.5 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെന്ന് സുജിൻ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള തംബ്നെയിലൊക്കെ ഇടാനുണ്ടായിരുന്ന കാരണം എന്താണെന്നൊക്കെ സുജിൻ പറയണല്ലേ. നമുക്കൊന്ന് അതുവഴി ഒന്ന് സഞ്ചരിച്ച് നോക്കാം എന്താണ് സുജിൻ പറയണത്. ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അത് നമ്മൾ വീഡിയോസ് കാണിച്ചിരുന്നില്ല. ശരിക്കും ഇവളെ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെങ്ങള് വീട്ടിൽ വന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ ഞാൻ അടിപിടി പോലെ ഉണ്ടായിട്ട് പ്രശ്നം ഉണ്ടായത്. പക്ഷെ അപ്പൊ ചേച്ചി അവിടെ വീട്ടിൽ വന്നു എന്നുള്ളത് അതിനെ ചൊല്ലിയിട്ട് കമന്റ്സ് തുടങ്ങി. എന്ത് നാത്തും പോരാണ്. ഇവള് പോയതിനെ പറ്റി ഞാൻ വീഡിയോസിനെ പറ്റി ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു. അപ്പൊ അന്നൊരു ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോസിന് ഒടുക്കത്തെ വ്യൂസ് ആയിരുന്നു വീഡിയോസിന്. അപ്പൊ എനിക്കൊരു ഇത് കിട്ടി. കാരണം നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണത്. പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് തമ്പലേന് കൊടുത്തിട്ട് ഞാൻ എന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്ന ഒരു വീഡിയോ ഇട്ടു. എനിക്ക് പിന്നെ പണിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേറെപ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഞാനപ്പോ ആ ഒരു രീതിക്ക് പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു. അതങ്ങനെ ഇട്ടപ്പോ അത് റീച്ചായി. പക്ഷെ അതങ്ങനെ ഇട്ടിട്ട് പിന്നെ പോയി അതേപോലെ തന്നെ നെഗറ്റീവ് തമ്പലേനും വീഡിയോ ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഞാനിങ്ങനെ
ഡെയിലി എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളാണ് കണ്ടിരിക്കാൻ വേണ്ടത് എന്ന് എനിക്ക് തോന്നി. അപ്പൊ കേട്ടില്ലേ, തന്റെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ തന്നെ ഒരു ഫാമിലി ഒക്കെ ആയി കാണുന്ന പ്രേക്ഷകരെ കബളിപ്പിക്കുക, അല്ലെങ്കിൽ ആ പ്രേക്ഷകരുടെ ചിന്തകൾ അവർക്ക് നെഗറ്റീവ് കാണാൻ മാത്രമേ ആഗ്രഹമുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഈ തമ്മിലുകൾ കണ്ടാൽ മാത്രമേ അവർ വീഡിയോ കാണുള്ളൂ എന്നൊരു തോന്നല് സുജിന് വന്നു. അപ്പൊ അങ്ങനെയാണ് സുജിന്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ സുജിന്റെ വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സുജിൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വൈഫ് ഒന്ന് പിണങ്ങിപ്പോയി, അത് ഇനി നാത്തുമ്പോരൊക്കെ കാരണമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാം എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തമ്മിൽ ഇടുന്നതിന് പകരം ഒരു നെഗറ്റീവായിട്ടൊരു തമ്മിൽ ഇട്ടപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമില്ല, കാശ് കൂടുതൽ കിട്ടുമല്ലോ, നല്ല വ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്തു സുജിൻ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. കണ്ടിന്യൂ ചെയ്ത് എവിടെ വരെ പോയി എന്ന് അറിയണോ? അതുകൂടി ഒന്ന് കേട്ടു നോക്കും. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, സ്വന്തം ഭാര്യക്ക് ഔഹിതം എന്ന് പറഞ്ഞിട്ട് അത് വിൽപ്പന ചെയ്യുന്ന ചങ്ങായിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതേപോലെ തന്നെ ഇത് അടുത്ത പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം സ്പെഷ്യലായിട്ട് പറഞ്ഞു കേട്ടോ, ഈ വെറൈറ്റി മീഡിയയിലായിരുന്നു ഇതിൽ ഇന്റർവ്യൂ എടുക്കുന്ന ആങ്കർ ആദ്യം ചെയ്തിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അന്ന് ഈ ആങ്കറിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ. പകരം ബിഹൈൻഡ് ദ ഡേയ്സ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ചോദ്യങ്ങൾ. ഇപ്പം നമ്മൾ ഒരാളെ കണ്ടിട്ട് അയാൾ എന്തൊക്കെ ചോദിക്കണമെന്ന് ചിന്തിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി സുജിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്ക്. പിന്നെ ന്യായീകരണം നടക്കേണ്ട ഇതിൻ്റെ ഇടയിൽ അതുകൊണ്ടും കേട്ടു നോക്ക്. അതായത് ഒരു തമ്മിൽ ഉണ്ടായിരുന്നു, പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട്. അത് അല്ല, നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിൽ ഇടുന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തമ്മിൽ ഇട്ടു? അത് ഞാൻ പറയാം, ഞാനിടുന്ന എല്ലാ കമന്റ്സുകളും ഈ തമ്പലിനുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ്. മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ്സ് ആ കമന്റ്സ് കാണുമ്പോഴേക്കും ഇപ്പൊ ഐഡിയ തോന്നുക, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാൻ ടൈറ്റിലാക്കിയിട്ട് കൊടുക്കും. പിന്നെ അപ്പുറം ഭയങ്കര ഒരു ദേഷ്യം ഇതൊക്കെ ആയിരുന്നു. കാരണം ശരിക്കും പിരിയും എന്നുള്ളത് തന്നെ ആയിരുന്നു, ഉറപ്പായിട്ടും പിരിയിച്ചിട്ട് തന്നെയുള്ള, കാരണം അവിടെ വരെ എത്തിയിട്ടുണ്ടാവുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ പ്രശ്നം തീർന്നിരിക്കുന്നത് എന്റെ അളിയനും പെങ്ങളൊക്കെ ഉള്ളതാണ്. കാരണം അളിയൻ ഇതിൽ ഇടപെട്ടിട്ടാണ് പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ ആയി മാറിയത്. അത് പിന്നെ ഇപ്പൊ തോന്നുന്നു അത് ഓവറായി പോയിന്ന്. അല്ല അത് ഓവറാണോ വെച്ചൊരു സ്ത്രീനെ പറ്റിയിട്ടും നമ്മളതൊരു സ്വന്തം ഹസ്ബൻഡാണ് അതൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തമ്മിൽ കണ്ടപ്പോ അത് ആളിട്ടപ്പോ എങ്ങനെയായിരുന്നു പൊന്നൂസിന്റെ ഒരു? ഞാനങ്ങനെ ഏട്ടനോട് ഡയറക്റ്റ് ഞാൻ ചോദിച്ചൊന്നുമില്ല, കാരണം ഞങ്ങൾ കോൺടാക്ട് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു അങ്ങനത്തെ ഒരു തമ്മിലേന്. കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മൾ തന്നെ എല്ലാവരും അറിയുന്നത് ഇങ്ങനെ തമ്മിലേന് വന്നത്. അപ്പൊ എല്ലാവരും അവിടെ പ്രശ്നങ്ങൾ അതിന് ചൊല്ലിയിട്ടുണ്ടായിരുന്നാണ്. അപ്പം ഏട്ടൻ ഇങ്ങനെ പറഞ്ഞത് എന്താണ്, ഇങ്ങനെ കമന്റ്സ് വന്നത് കൊണ്ടും പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാർ വേറെ ചാനൽസ് ആദ്യം വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഏട്ടൻ അത് നെഗറ്റീവായി തോന്നുന്നത്. പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏട്ടൻ നെഗറ്റീവായിട്ട് തോന്നാത്തത് കാരണം ഏട്ടൻ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്. തമ്പ്ലൈൻ ആൾക്കാർ അങ്ങനെ കൊടുത്തത് ഏട്ടനെ തമ്പ്ലൈൻ ഇടാം. അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ്സ് തന്നെ വന്നുകൊണ്ടും എല്ലാവർക്കും അത് ആ വീഡിയോ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ഒബ്വിയസ്ലി ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതെന്നാണ് എനിക്ക് എല്ലാവരും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം കുറേ ആ കമന്റ്സിൽ നിന്ന് കുറേ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നൂസിന്റെ അവിഹിതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് സുജിനെ അങ്ങനെ ഇറക്കി വിട്ടു, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടന് ആ ഒരു കമന്റ് പിടിച്ച് കംപ്ലൈന്റ് ആയിട്ട് ഇട്ടത് വീഡിയോയിൽ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ അങ്ങനെ പറയുന്നത് പോലെ ഒന്നും അല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിൽ പറയുന്നത് എന്താണ് ഈസി ആയിട്ടുള്ള ഒരു സാധനം അല്ലല്ലോ. ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു ചോദ്യം. അതന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ തംബ്നെയിൽ എന്ന് പറയുന്ന ഒരാൾ വീഡിയോ കാണാൻ വേണ്ടി ഒരു ഇതാണ്, ആ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞിട്ട് ഇതിലെന്തോ ഉണ്ട് എന്ന രീതിയിലാണ് എല്ലാവരും വന്ന് ചാനൽ നോക്കുന്നത്. സുജിൻ പറയണത് സുജിന് തോന്നിയ പോലെയാണ് തംബ്നെയിൽ ഇടുന്നത്, നെഗറ്റീവ് കമന്റുകൾ വന്ന് അധികം കാണുന്ന കാര്യങ്ങളാണ് തംബ്നെയിലാക്കി ഇടുന്നത്. അപ്പൊ സുജിന്റെ വീഡിയോ കാണുന്നവൻ സുജിൻ കാണിക്കുന്ന ഈ പറയുന്ന മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തംബ്നെയിൽ ഇട്ടിട്ട് അത് രീതിയിലുള്ള വീഡിയോസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് ഈ തന്റെ പ്രേക്ഷകരെ തന്നെ പറ്റിക്കുന്നതാണ്. പിന്നെ ഭാര്യ വന്നിരുന്നുണ്ട്, അഥവാ സുജിന്റെ ഭാര്യ പൊന്നുവിന് അവിധം എന്ന് പറഞ്ഞിട്ടാണ് തംബ്നെയിൽ ഇട്ടിരുന്നത്. അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പൊന്നു തന്നെ വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സുജിനോടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് സ്വന്തം വീട്ടിൽ വന്നു, അല്ലെങ്കിൽ സുജിന്റെ വീട്ടിൽ വന്നിട്ട് പനീർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ പൊന്നു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അപ്പുറം നിന്നിട്ട് ഇങ്ങനെ ഒരേ കമന്റുകൾ പോലെ തമ്മിലൊക്കെ ഇടുന്നത് എനിക്ക് വളരെ മോശമാകുന്നുണ്ട്, എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, എനിക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാകുന്നത്. ഏത് കമന്റ് ഇടുന്നവരോട് ഇങ്ങനെ ഇടരുതെന്ന് പറയുന്ന ഒരു ഡയലോഗ് നമ്മൾ കേട്ടിരുന്നു, നമ്മൾ അത് വീഡിയോ ചെയ്തിരുന്നു. കാരണം സ്വന്തം കെട്ടിയോന് ഇന്നും അങ്ങനെയുള്ള വീഡിയോസിന്റെ തമ്മിലോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. എങ്ങനെ മാറ്റും? അതിന് നല്ല വ്യൂസുള്ള കാര്യങ്ങളല്ലേ, അപ്പൊ മാറ്റാൻ പറ്റൂലല്ലോ. ഭാര്യ വഴക്കൊക്കെ കാരണം വിഷമമൊക്കെ കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഒടക്കി പിരിയുമെന്ന് തോന്നിയപ്പോഴാണ് സുജിന് ഇതുപോലുള്ള തമ്മിൽ ഇട്ടത്. കാരണം അത്രത്തോളം വൈരാഗ്യം ഉണ്ടായിരുന്നു സമയത്താണ് പറയണത്. സുജിൻ പറയണതാണ് അത്രത്തോളം വൈരാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു അവളോട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള തമ്മിൽ ഇട്ടെന്നാണ് സുജിൻ പറയുന്നത്. അപ്പൊ അത്രത്തോളം വൈരാഗ്യം ഉണ്ടായിരുന്ന സമയത്ത് സുജിൻ ഇട്ട തമ്മിലുകൾ ഇന്നിപ്പോ വൈരാഗ്യം മാറി സ്നേഹത്തോടെ ഭാര്യ ഭർത്താവായിട്ട് നിന്നിട്ട് ഭാര്യക്കെതിരെ അഹിതം എന്ന് പറഞ്ഞ തമ്മിൽ ഇട്ടതിനെ പോലും ഭാര്യ ഭർത്താവിനെ ന്യായീകരിക്കുന്ന രീതി വന്നിട്ടും എന്തുകൊണ്ട് ഇന്നും മാറ്റുന്നില്ല തമ്മിലുകൾ?
അല്ലെങ്കിൽ ഇന്നും മാറ്റുന്നില്ല ആ വീഡിയോസുകൾ. അതൊന്നും പറ്റില്ല. അത്രയും കാശുണ്ടാക്കിയാലേ ഇനിയെങ്കിലും മാറ്റുക, അല്ലെങ്കിൽ ഇനി അത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോശം കമന്റുകൾ വരാതിരിക്കണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യുകയോ പ്രൈവറ്റ് ആക്കുകയോ ചെയ്യണം. കാരണം അതുകൊണ്ട് കിട്ടേണ്ട പടമൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾ അത് മാറ്റണം. അല്ലെങ്കിൽ അല്ലാതെ അത് വീണ്ടും അങ്ങനെ കിടക്കും തോറും ഇനി മോശമായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഇനി മോശമായ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് എന്തായാലും എത്ര കമന്റ് വന്നാലും, എത്ര നെഗറ്റീവ് കമന്റ് വന്നാലും, എത്ര മോശമായ കമന്റ് വന്നാലും കുഴപ്പമില്ല. അത് ഇവർക്ക് ഓക്കെ ആയി തുടങ്ങിയത് എന്ന് വെച്ചാൽ ശീലമായി തുടങ്ങി. ഇതും സുജിൻ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് സുജിൻ സ്വന്തം പ്രേക്ഷകരെ കബളിപ്പിച്ചത് അല്ലെങ്കിൽ സ്വന്തം സബ് ചെയ്ത ആൾക്കാരൊക്കെ കബളിപ്പിച്ചതിനെ കുറിച്ച് പറയണ്ട. അതൊന്നും കേട്ടു. അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കാരണം ആളുകൾ നമ്മുടെ അടുത്ത് പുന്നൂസ് എവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതിനായിട്ടുള്ള മറുപടി എപ്പോഴും കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ബ്രേക്കിന്റെ ഒരു പ്രശ്നം വന്നു. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു തമ്പലൈന് ടൈറ്റിൽ മാറ്റി കൊടുക്കണത് ശരിക്കും ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ അതെനിക്ക് ഇപ്പോൾ പറഞ്ഞത് കേൾക്കണമെന്നില്ല. ആ ഏറ്റു തുടങ്ങിയതായത് ഞാനൊരു ബൈക്ക് എടുത്തിട്ടുണ്ടെന്ന ഒരു സമയത്ത് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് ഞാൻ 12 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് ടൈറ്റിൽ ഇട്ടിട്ട് ഞാനൊരു 2 വർഷം മുന്നേ ഇട്ടു. അത് അന്നാണ് എനിക്ക് ആദ്യമായിട്ട് നെഗറ്റീവ് കമന്റ്സുകൾ വരുന്നത് നന്നായിട്ട്. കാരണം ഞാൻ ഒരു 16K അടുത്ത് നെഗറ്റീവ് കമന്റ്സിന്റെ ഒരു ഇതായിരുന്നു. 67,000 സബ്സ്ക്രൈബുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി ചാനലിൽ നിന്ന് ആദ്യമായിട്ട്. തോന്നുന്നു ഇന്ത്യയിൽ ആരുടെ ചാനൽ അങ്ങനെ അൺസബ്സ്ക്രൈബ് പോയിട്ടുണ്ടായിരിക്കില്ല. ഞങ്ങളെ മാത്രം പോയി. കാരണം 8,67,000 ആൾക്കാരുണ്ടായിരുന്നതിന് ഒരു 796 കൊണ്ട് പോകുന്നു. കാരണം അൺസബ്സ്ക്രൈബ് ചെയ്ത്. കാരണം ഞാനൊരു 12 ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് എന്ത്, ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വാങ്ങിയത് ഒക്കെ ഡീറ്റെയിൽ ഞാൻ വീട്ടിൽ പറയുന്നത്. പക്ഷെ ഞാൻ അത് വരക്കി ടൈറ്റിൽ മാറ്റി കൊടുത്തൊന്നും വന്നില്ല. ശരിക്കും നല്ല രീതിക്ക് കൊടുത്തു. പക്ഷെ അന്ന് ഞാനൊരു കൊടുത്തു, തെറ്റ് പറ്റിയ 12 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈറ്റിൽ കൊടുത്തു. അതിന് ആൾക്കൊരു ഭയങ്കര പൊങ്കാലയായിരുന്നു എനിക്ക്. അപ്പോൾ അവിടുന്ന് തൊട്ടിട്ടാണ് പിന്നെ എനിക്ക് ഒരു നെഗറ്റീവ് തമ്പലൈൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഒന്നും അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയത്. ആൾക്കാർ എനിക്കും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആൾക്കാർക്ക് എന്തോ നെഗറ്റീവ് കണ്ടിരിക്കാനാണ് എപ്പോഴും ഇഷ്ടം. ഇപ്പൊ ഞാൻ എത്ര നല്ല, ഇപ്പൊ ഞാനെന്നല്ല പൊതുവെ എത്ര നല്ല വീഡിയോസ് ഇട്ടാലും അതിന് വ്യൂ ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ വീഡിയോ ഇട്ട ആൾക്കാർ സെർച്ച് ചെയ്ത് പോയിരുന്നിട്ട് വീഡിയോ കാണും. അപ്പൊ ഈ ഒരു പ്രശ്നം ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിലൊരു വീഡിയോ ഇട്ടു. ഞാൻ അങ്ങനെ ഒരു തമ്പലൈൻ എഴുതിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ വ്യൂ കണ്ടപ്പോൾ വീഡിയോയും ആ തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിരിക്കില്ല. ഞാൻ നോർമലായിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ട് എപ്പോഴും ചെയ്യുമ്പോൾ ചെയ്യാറ്. പക്ഷേ ടൈറ്റിൽ തമ്മിലും ഞാൻ പൊന്നൂസ് എവിടെ, പൊന്നൂസ് ഇവിടെ ഇല്ല, പൊന്നൂസ് പോയി അങ്ങനെ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്. ക്ലിക്ക് ബൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനത്തെ തംബ്നെയിൽസ് നമ്മൾ അത്രത്തന്നെ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ അത്രത്തോളം ആൾക്കാരെ ക്ലിക്ക് ചെയ്യിക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാം എന്ന രീതിയിൽ. പിന്നെ സുജിൻ തന്നെ പറഞ്ഞില്ലേ, വേർപ്പിന്റെ അസുഖമുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും ലക്ഷം രൂപയുടെ ബൈക്കൊക്കെ മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോശമായി അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്തതിന് അതിന് കിട്ടും, നെഗറ്റീവ് കമന്റ് കിട്ടും. പിന്നെ പൊന്നു പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ് ഭർത്താവ് ഇട്ട വീഡിയോ എടുത്തിട്ട് ആൾക്കാർ അതിനെതിരെയൊക്കെ വീഡിയോസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള മറ്റുള്ള വീഡിയോസ് ചെയ്തപ്പോൾ പൊന്നുപോലുള്ള എങ്ങനെ സ്വന്തം ഭർത്താവ് ഇപ്പോഴും തിരുത്തിയിട്ടില്ല. പിന്നെ മറ്റുള്ളവനെ കൊണ്ട് തിരുത്താൻ നിൽക്കരുത്. കമന്റുകൾ വന്നിട്ട് കമന്റിലുള്ള മോശം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനുള്ള അർഹതയില്ല. കാരണം നിങ്ങളായിട്ട് ഇട്ട് കൊടുത്തേക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ആൾക്കാർ കമന്റായിട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളിൽ നിന്നുള്ള വിപരീതമാണ് നിങ്ങൾക്ക് കമന്റായിട്ട് വരുന്നത്. അത് മറ്റുള്ള നിങ്ങളുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ ഒരു അവകാശമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ തന്നെ അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് മനസ്സിലായിട്ട് അവരിടുന്ന കമന്റുകളാണ്. അപ്പം നിങ്ങൾ അത് ഉൾക്കൊണ്ടേ പറ്റൂ. ഇതുപോലെയുള്ള വ്യൂസിന് വേണ്ടി അല്ലെങ്കിൽ ഇത്രത്തോളം പണം ഉണ്ടാക്കാൻ വേണ്ടി 3-3.5 ലക്ഷം രൂപ പണം ഉണ്ടാക്കി ഈ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തംബ്നെയിലുകൾ കൊണ്ട്. അപ്പോൾ അങ്ങനെ അത്ര പണം ഉണ്ടാക്കിയപ്പോൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന കമന്റുകൾ നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് പൊന്നുവിൻ്റെയും സുജിൻ്റെയും അല്ലെങ്കിൽ ഈ മല്ലു ഫാമിലി എന്ന് പറയുന്ന ഫാമിലി വ്ളോഗിൻ്റെ മാത്രമല്ല, ഇവരൊരു പ്രതിനിധി മാത്രമാണ്. ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ കാണാം. കാരണം ഇങ്ങനെയുള്ള തംബ്നെയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്തതിന് നല്ല വ്യൂസ് കിട്ടുന്നു. പിന്നെ പൊന്നുവിൻ്റെ സുജിനെ നോക്കിക്കഴിഞ്ഞാൽ തംബ്നെയിൽ മാത്രം ഇട്ടിട്ടുള്ളൂ. പക്ഷേ മറ്റു ഫാമിലി വ്ളോഗേഴ്സൊക്കെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് കൂടിയുണ്ട്. ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ക്രിയേറ്റ് വരെ ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ. വ്യൂസിനെ കബളിപ്പിക്കാതിരിക്കുക. കാരണം ഇപ്പം നിങ്ങളുടെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആണെങ്കിലും നാളെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നല്ല വീഡിയോസ് ചെയ്താൽ അത് കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യൂസ് ഉണ്ടാവണം. അല്ലാതെ നിങ്ങൾ ഞങ്ങളുടെ വ്യൂസൊക്കെ ഈ നെഗറ്റീവ് മാത്രം കാണും എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പിന്നെ നിങ്ങളുടെ നിന്ന് വിട്ടുപോകും. കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് മാത്രം കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അവരൊക്കെ ചിലപ്പോൾ ബായ് പറഞ്ഞു പോകും. അത് നിങ്ങളുടെ ചാനലിലൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. വേർപ്പിൻ്റെ അസുഖമുള്ളതല്ലേ, പണിയെടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ആ പണി എടുക്കാതെ കിട്ടുന്ന കാശില്ലാണ്ടാവും. അത്രമാത്രമേ ഉള്ളൂ. ബായ്.